ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2026 ഫെബ്രുവരിയിൽ നടന്ന സെറ്റ് കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അതിന് 33ാമത്തെ ചോദ്യമാണ്. The spectroscopic technique which determines the binding energies of electrons in atoms and molecules is. ഇപ്പം എന്താണ് ചോദ്യം? സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബൈൻഡിങ് എനർജീസ് ഫോർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പം അറ്റോമിക് ഫ്ലൂറസെൻസ് സ്പെക്ട്രോമെട്രി ആണോ, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ആണോ, ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണോ, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ബൈൻഡിങ് എനർജീസ് മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് നോക്കുക. It is the experimental technique specifically used to determine the binding energies of electrons in atoms and molecules, and it is based on the photoelectric effect where the sample is bombarded with a high energy radiation such as UV or X-ray. അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ UV ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്നില്ലേ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന UV റേഡിയേഷൻസ് യൂസ് ചെയ്യാം, എക്സ്റേസ് യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ UV ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, അപ്പം ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഈസ് ആക്ച്വലി ആൻ എക്സ്പെരിമെന്റൽ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ബൈൻഡിങ് എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ ആറ്റംസിലായിക്കോട്ടെ മോളിക്യൂൾസിലായിക്കോട്ടെ അവരെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു ബൈൻഡിങ് എനർജി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമുക്ക് UV റേഡിയേഷൻസ് അല്ലെങ്കിൽ എക്സ്റേസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലാന്നുണ്ടെങ്കിൽ UV ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബൈ മെഷറിംഗ് ദ കൈനറ്റിക് എനർജി ഓഫ് ദീസ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് നോയിങ് ദ എനർജി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ ദ ബൈൻഡിങ് എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ എമിറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ ഇജക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നമുക്കറിയാം. അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ ഇൻസിഡൻറ്റ് റേഡിയേഷൻസിൻ്റെ hν നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ, എനർജി hν നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു hν മൈനസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, but the spectroscopic technique which determines the binding energy of electrons in atoms and molecules is option C, photoelectron spectroscopy ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇജക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻസിൻ്റെ hν എനർജിയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ hν മൈനസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അവരുടെ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 34ാമത്തെ ചോദ്യം നോക്കുക. The total number of microstates possible for the electronic configuration P1D1. എന്താണ് P1D1 എന്ന് പറയുന്ന കോൺഫിഗറേഷൻസിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മൈക്രോസ്റ്റേറ്റ്സിൻ്റെ പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരാം. നമ്മൾ അതും ഒരു സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 4 5 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഫോർ ഫൈൻഡിങ് ഔട്ട് മൈക്രോസ്റ്റേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. P1D1ൻ്റെ കേസിൽ എത്ര മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആണ് എന്നായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പം നോക്കാം. നമ്മൾ മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം D1 കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ D3 കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ P3 കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ P2 കോൺഫിഗറേഷൻ, ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ D3 കോൺഫിഗറേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം.
ഇതിൽ n എന്ന് പറയുന്നത് എന്താ? ആ ഓർബിറ്റലിൽ ഇരിക്കാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസ്. ഡി ഓർബിറ്റലിൽ മാക്സിമം എത്ര പേർക്ക് ഇരിക്കാം? 10 പേർക്ക് ഇരിക്കാം അല്ലേ? അപ്പൊ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി R എന്ന് പറഞ്ഞാൽ നിലവിൽ എത്ര പേര് അവിടെ ഇരിപ്പുണ്ട്? എത്ര പേര് ഇരിപ്പുണ്ട്? 3 പേര്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മൈക്രോ സ്റ്റേറ്റ്സ് കിട്ടും. ഇപ്പം കോൺഫിഗറേഷൻ ഇപ്പം P2 ആയിരുന്നെന്ന് കരുതിക്കും. P2 ആയിരുന്നു കോൺഫിഗറേഷൻ എന്ന് കരുതുക. അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ത് വന്നേനെ? Pക്കകത്ത് പരമാവധി 6 പേർക്ക് ഇരിക്കുക അല്ലേ? 6 എന്ന് പറഞ്ഞാൽ നിലവിൽ എത്ര പേര് ഇരിപ്പുണ്ട്? 2 പേര്. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P2 കോൺഫിഗറേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇക്വേഷൻ നമുക്ക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒന്നാമത്തെ ഫോർമാറ്റ്. ഇനി നമുക്ക് കോമ്പിനേഷനായിട്ടാണ് കോൺഫിഗറേഷൻ തരുന്നത്. P1 D1 അല്ലെ P2 D3 അങ്ങനെ കോമ്പിനേഷനായിട്ട് നമുക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആദ്യത്തെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു രണ്ടാമത്തെ കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? P1ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക, P2ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ 2D എന്ന് പറഞ്ഞിട്ട് ഒരു ടേം സിമ്പിൾ തന്നിട്ടാണ് നമുക്ക് കറസ്പോണ്ടിങ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 2s + 1 ഇൻറ്റു 2l + 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അവിടെ 2s + 1ന്റെ സ്ഥാനത്ത് എന്താ? നമ്മുടെ ടേം സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2s + 1 L എന്നാണ് ടേം സിമ്പിളിന്റെ ഫോർമാറ്റ്. അപ്പോൾ 2s + 1ന്റെ സ്ഥാനത്താണ് 2. അപ്പോൾ 2s + 1ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. ദെൻ 2l + 1 Lന്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിട്ടുള്ളത്? D ആണ്. അപ്പോൾ 0 ആണെങ്കിൽ S, 1 ആണെന്നുണ്ടെങ്കിൽ P, 2 ആണെന്നുണ്ടെങ്കിൽ D, 3 ആണെന്നുണ്ടെങ്കിൽ F എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ D ആണ്. ഡിയുടെ കറസ്പോണ്ടിങ് 2 അല്ലേ? അപ്പോൾ Lന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. ഇത് വരും 2 × 5 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ടേം സിമ്പിൾ തന്നിട്ടാണ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. 2s + 1 ഇൻറ്റു 2l + 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഇവിടെ നമുക്ക് P1 D1 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ തന്നിട്ടാണ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? P1ന്റെ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ചെയ്യുക ഇൻറ്റു D1ന്റെയും n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ എന്ത് വരും? P1ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടലി എത്ര ആളുകൾ ഇരിക്കും? Pക്കകത്ത് 6 പേരിരിക്കും അല്ലേ? അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ നിലവിൽ എത്ര പേരുണ്ട്? ഒരാൾ. അപ്പോൾ 6 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു ഡിക്കകത്ത് എത്ര പേരിരിക്കും? പരമാവധി 10 പേര്. 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് നിലവിൽ എത്ര പേരുണ്ട്? 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് വരും. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യാം. 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 9 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി 6 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 എന്ന് എഴുതാം അല്ലേ? ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഫാക്ടോറിയൽ ഇൻറ്റു 10. അതായത് 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10 ആണ് 10 ഫാക്ടോറിയൽ. അപ്പോൾ അതിൽ 9 വരെയുള്ളതിനെ നമുക്ക് 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിത് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? 9 ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോവും. 5 ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോവും. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? 6/1 ഫാക്ടോറിയൽ ഇൻറ്റു 10/1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 6 10s are 60. 60/1 വിച്ച് ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. അപ്പോൾ P1 D1 സിസ്റ്റത്തിന്റെ കേസിൽ മൈക്രോ സ്റ്റേറ്റ്സ് എത്രയാണെന്ന് കിട്ടി? നമുക്ക് 60 ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി 60 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, മൈക്രോ സ്റ്റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അത് ഞാൻ കാണിച്ചിരിക്കുന്നല്ലോ. ഇപ്പം ഒന്നീ D1, P1, D3, D5 അങ്ങനെ ഏതെങ്കിലും ഒറ്റ സ്റ്റേറ്റ് തന്നിട്ട് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ P1 D1, P3 D3 അതുപോലെ കോമ്പിനേഷൻസ് തന്നിട്ട് ചോദിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ 5D 3F അതുപോലെ ടേം സിമ്പിൾ തന്നിട്ടും ചോദിക്കാം. പല രീതിയിൽ മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്തത്
35ാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ്. The detector used in neutron activation analysis employed for the quantification of elemental concentrations is. അപ്പോൾ നമ്മുടെ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട് ഏത് ഡിറ്റക്ടറിനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ, തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ, ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടർ, ഫോട്ടോ അയണൈസേഷൻ ഡിറ്റക്ടർ. ഇതിൽ ഏത് ഡിറ്റക്ടേഴ്സിനെയാണ് നമ്മൾ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. The radiochemical method in which the sample to be analyzed is bombarded with a nuclear radiation or particles and the radiation emitted from the sample are measured is referred to as a neutron activation analysis. അപ്പം എന്താണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് എ റേഡിയോ കെമിക്കൽ മെത്തേഡാണ്. റേഡിയോ കെമിക്കൽ മെത്തേഡാണ്. ആൻഡ് ഇൻ വിച്ച് ദ സാമ്പിൾ ടു ബി അനലൈസ്ഡ് ഈസ് ബോംബാർഡഡ് വിത്ത് എ ന്യൂക്ലിയർ റേഡിയേഷൻ. നമുക്കിവിടെ ഏത് സാമ്പിളാണോ നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്, സ്റ്റഡി ചെയ്യേണ്ടത്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തേണ്ടത്, ആ സാമ്പിളിനെ നമ്മൾ ഒരു ന്യൂക്ലിയർ റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് ബോംബാർഡ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ദ റേഡിയേഷൻ എമിറ്റഡ് ഫ്രം ദി സാമ്പിൾ ആർ മെഷേർഡ് ഈസ് റെഫേർഡ് ടു ആസ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്. അപ്പോൾ നമ്മളൊരു റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് സാമ്പിളിനെ ബോംബാർഡ് ചെയ്യുന്നു. ബോംബാർഡ് ചെയ്യുമ്പം സാമ്പിളിൽ നിന്നും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് അനലൈസ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ സാമ്പിളിനെ കുറിച്ചിട്ട് ഇവിടെ സ്റ്റഡീസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് സാമ്പിളിനെ ബോംബാർഡ് ചെയ്യും. അപ്പോൾ സാമ്പിളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് നമ്മളിവിടെ സ്റ്റഡി ചെയ്തിട്ട് അവരുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യും. ഓക്കെ. The NAA അല്ലെങ്കിൽ Neutron Activation Analysis is a method for qualitative and quantitative determination of elements based on the measurement of the characteristic radiation from the radionuclides formed directly or indirectly by the neutron irradiation of the material. അപ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽസിനെ യൂഷ്വലി ന്യൂട്രോൺസ് യൂസ് ചെയ്തിട്ടാണ് ഇറേഡിയേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പം ന്യൂട്രോൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിളിനെ ഇറേഡിയേറ്റ് ചെയ്യും. അപ്പോൾ സാമ്പിളിൽ നിന്നും എന്ത് ചെയ്യും? പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസ് അനലൈസ് ചെയ്യുന്നത് വഴിയാണ് നമ്മളത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് അത് ഏത് എലമെൻ്റ് ആണ്, അത് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ആ എലമെൻ്റ് ഉണ്ട്, അതായത് അവരുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിലുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ. So each radioactive element has a specific and well-known decay rate, and by measuring the decay rate, the element and its concentration can be accurately found. അപ്പോൾ ഓരോ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെയും ഡീകെ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡീകെ റേറ്റ് മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് എലമെൻ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഗ്രാജുവലി നമുക്ക് അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. The sample is bombarded with the neutrons, causing the elements to form radioactive isotopes which emits the particles, that is the beta particles, and the radiations, gamma radiations. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചോദിക്കാറുള്ളതാണ്. റേഡിയേഷൻസ് ഇൻവോൾവ് ഇൻ NAA ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന റേഡിയേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഗാമ റേഡിയേഷൻസ് ആണ്. അതേപോലെ പാർട്ടിക്കിൾസ് ഇൻവോൾവ് ഇൻ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് ആ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ബീറ്റ പാർട്ടിക്കിൾസ് ആണ്. തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ബീറ്റ ഗാമ എന്നുള്ളത് പാർട്ടിക്കിൾസ് ഏത്, റേഡിയേഷൻസ് ഏത് എന്നുള്ളത് തിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നോക്കി വെച്ചേക്കാം. റേഡിയേഷൻസ് യൂസ്ഡ് ഇൻ എന്താണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് ഗാമ റേഡിയേഷൻസ് ആണ്. ആൻഡ് പാർട്ടിക്കിൾസ് ഇൻവോൾവ് ഇൻ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ പാർട്ടിക്കിൾസും ആണ്. ഓക്കെ. Then high purity germanium detector is the standard semiconductor detector used in NAA due to its superior energy resolution, which allows for precise identification and quantification of multiple elements simultaneously. അപ്പം നമ്മുടെ പ്രിസിഷൻ ആൻഡ് ആക്യുറസിയുടെ ബേസിസിൽ നമുക്ക് ഈ ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടേഴ്സ് ആണ് നമ്മൾ സാധാരണ ഇവിടെ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇവരെ നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എലമെൻസിനെ നമുക്ക് സൈമൾട്ടേനിയസ്ലി ക്വാളിറ്റേറ്റീവ്ലി ഡിറ്റർമൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും, ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ടറാണ് ഈ ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ സി ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടേഴ്സിനെയാണ് സാധാരണയായിട്ട് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ ഡിറ്റക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എ ഹൈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാല്യൂ ഇൻ ദി പെർട്ടിക്കുലർ വാട്ടർ ബോഡി ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ്. ഇത് നമ്മൾ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. BOD, COD, DO ഇതിൽ മൂന്നും വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ്. ഡിസോൾവ്ഡ് ഓക്സിജൻ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD, COD, DO. ഇത് മൂന്നിൽ മാറിയും തിരിഞ്ഞും ഏതിൻ്റെയെങ്കിലുമൊക്കെ
റിലേറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ MCQ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങളോട് നോക്കണം എന്ന് ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ലൈവ് സെഷൻസിലും ലാസ്റ്റ് റിവിഷൻ ടെസ്റ്റിലൊക്കെ നമ്മൾ ഫൈനൽ ലൈവ് സെഷൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു BOD ആൻഡ് COD റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കാം. എ ഹൈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാല്യൂ ഇൻ എ പർട്ടിക്കുലർ വാട്ടർ ബോഡി ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ്. അപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ നമ്മൾ മെഷർ ചെയ്ത സമയത്ത് അവിടുത്തെ BODയുടെ വാല്യൂ ഭയങ്കര കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്നാണ് ചോദ്യം. ലോവർ എമൗണ്ട് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ദി വാട്ടർ, ഇൻക്രീസ്ഡ് മൈക്രോബിയൽ ആക്ടിവിറ്റീസ്, ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ, സേഫ് അക്വാട്ടിക് ലൈഫ്. ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യം BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. BOD is the amount of dissolved oxygen needed by the aerobic biological organisms to break down organic material present in the given water sample at a certain temperature over a specific period of time. എന്താണ് BOD എന്ന് പറഞ്ഞാൽ? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഒരു അക്വാറ്റിക് റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ വാട്ടർ സോഴ്സസിൽ ഉള്ള മൈക്രോ ഓർഗാനിസംസ് ആ വാട്ടർ സോഴ്സസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കമ്പോണൻസിനെ ഡിക്കമ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള അക്വാറ്റിക് ആ ഒരു റീജിയനിൽ മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഓർഗാനിക് കമ്പോണൻസിനെ ഡിക്കമ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വാട്ടർ അത്രത്തോളം പൊല്യൂട്ടഡ് ആണ്. അതുകൊണ്ടാണ് അവരെ എല്ലാവരെയും ഡിക്കമ്പോസ് ചെയ്യാൻ ഇതിനു വേണ്ടി ഓക്സിജനെ അവരെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം BOD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി aerobic microorganisms used to decompose the organic matter present in the water. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓക്സിജനെ ഈ മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാട്ടർ സോഴ്സ് ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനും വേണ്ടി ഓക്സിജനെ നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ആ വാട്ടർ സോഴ്സസിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും അല്ലേ? കാരണം ഓക്സിജനെ എല്ലാം ആര് കൺസ്യൂം ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യാണ്. അങ്ങനെ വരുമ്പോഴത്തേനും അവിടുത്തെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് അങ്ങ് കുറയും അല്ലേ? അപ്പം BOD കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ വാട്ടർ സോഴ്സസിലെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ആ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഹൈലി പൊല്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ BOD കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ അല്ലേ. അപ്പോൾ ഡ്രിങ്കിങ് പർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതാ പറഞ്ഞത്. ദ മോർ ഓർഗാനിക് മാറ്റർ ദർ ഈസ്, the greater the BOD, and greater the BOD, the lower will be the dissolved oxygen available for higher animals such as fishes. ഇനി ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കേസിൽ അതും പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കേസിൽ BODയുടെ റേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ 1 to 2 ppm റേഞ്ചിലുള്ള വാട്ടേഴ്സ് മാത്രമേ നമുക്ക് BOD റേഞ്ച് വരുന്ന വാട്ടർ മാത്രമേ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി BODയും CODയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതും മനസ്സിലാക്കിയിരിക്കണം. BOD നമ്മൾ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി എയ്റോബിക് മൈക്രോ ഓർഗാനിസംസ് ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലേ? ഓർഗാനിക് മെറ്റീരിയൽസിന്റെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് ആ വാട്ടർ സോഴ്സസിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്തുമാത്രം ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ BOD എന്ന് വിളിച്ചത്. ഇനി എന്താണ് COD? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. COD എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദി ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് കമ്പോണന്റ് പ്രസന്റ് ഇൻ ദി വാട്ടർ. അതായത് വാട്ടർ സോഴ്സസിൽ പ്രസന്റ് ആയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഓർഗാനിക് കമ്പോണന്റ് അതിനെ ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഓക്സിജനെ ഉപയോഗിക്കുന്നോ അതിനെയാണ് COD എന്ന് പറയുന്നത്. മറ്റേത് മൈക്രോ ഓർഗാനിസംസ് എടുക്കുന്ന ഓക്സിജനെ ആയിരുന്നു BOD. ഇത് എന്താ? ഈ കെമിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? COD ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഏതാണ് ഇവിടെ കറക്റ്റ്? BOD-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ലോവർ എമൗണ്ട് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ വാട്ടർ ആണോ? അല്ല, BOD വാല്യൂ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പൊല്യൂഷൻ കൂടുതലാണെന്നാണ്. അപ്പോൾ ഹയർ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ സിയിൽ കൊടുത്തേക്കുന്നത് എന്താണ്?
ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഡിസോൾഡ് ഓക്സിജൻ ആണോ? BOD കൂടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ഓക്സിജൻ എല്ലാം മൈക്രോ ഓർഗാനിസംസ് അങ്ങ് കൺസ്യൂം ചെയ്യുന്നു അവരുടെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യും? കുറയും എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ കൂടും എന്നല്ലേ? അപ്പോൾ അതും തെറ്റാണ്. അവസാനത്തത് സേഫ് ഫോർ അക്വാട്ടിക് ലൈഫ് ആണോ? BOD കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം പൊല്യൂഷൻ കൂടുതലാണെന്നാണ്. അപ്പോൾ സേഫ് ഫോർ അക്വാട്ടിക് ലൈഫ് ആണോ? അല്ല, നോട്ട് സേഫ് ഫോർ അക്വാട്ടിക് ലൈഫ് ആണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇൻക്രീസ്ഡ് മൈക്രോബിയൽ ആക്ടിവിറ്റി. പൊല്യൂഷൻ കൂടുതലാണെന്നാണ്, BOD കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ മൈക്രോബിയൽ ആക്ടിവിറ്റീസും കൂടുതലാണ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പം ബാക്കി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.